നമസ്കാരം. തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം. തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരു വർഷകാലഘട്ടം വളരെ അധികം, അതായത് വളരെ കൂടുതലായി ആരോഗ്യം ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനുവേണ്ടി ധനം ചിലവാക്കുക, സമയം അതിനുവേണ്ടി കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇതിൽ കൂടുതലും നിങ്ങൾ ആണുങ്ങളാണ്, അതായത് പുരുഷന്മാരാണ് ആയ വ്യക്തികൾ വളരെ കൂടുതൽ എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ശരീരം അതായത് വണ്ണം വയ്ക്കാതെ കാത്ത് സംരക്ഷിക്കുക, ആരോഗ്യപരമായിട്ട് നോക്കുക. നിങ്ങൾക്ക് മദ്യപാനപരമായ ടെൻഡൻസിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കുവാനും നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. സ്ത്രീകളായ വ്യക്തികളാണ് ഈ തിരുവാതിര നക്ഷത്രത്തിൽ ഉൾപ്പെട്ടു വരുന്ന വ്യക്തികളെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷകാലഘട്ടം സൗന്ദര്യങ്ങൾക്ക് വേണ്ടി, അതായത് സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുക, സമയം അതിനുവേണ്ടി കണ്ടെത്തുക, അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും. സാമ്പത്തിക ചിലവ് അധികം കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക, ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, നല്ലതാണ്. വളരെ കുറച്ച് നിങ്ങളുടെ വരുമാനം മനസ്സിലാക്കി അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ സാമ്പത്തികമെല്ലാം ചിലവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാൻ വേണ്ടി നിങ്ങൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒന്ന് നിയന്ത്രണം വെച്ച് മുന്നോട്ട് പോയാൽ അതും സേവ് ചെയ്യാൻ സാധിക്കും. ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും, ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും, കൂടാതെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുണ്ടാകും, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനപരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഗുണഫലങ്ങൾ ഒന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പൂജയും പുഷ്പാഞ്ജലികളും വഴിപാടും നടത്തി മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവം, അതായത് ദോഷപരമായ അനുഭവങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ദശാപഹാരം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും.